അപ്പോൾ താണ്ടേ നമ്മൾ ഈ കാണുന്ന പജറും കാര്യമൊക്കെ നമ്മൾ വിൽക്കായിട്ടേക്കാണ്. ഏകദേശം 25 ലക്ഷം രൂപയ്ക്കാണ് നിൽക്കുന്നത്. സബ്സ്ക്രൈബേഴ്സൊക്കെയാണോ എനിക്കില്ല, 2 ചാനലും സബ്ബായിട്ടുള്ളവർക്ക് 25 ലക്ഷത്തേക്ക് കൊടുക്കുന്നതാണ് ഈ ഒരു പജറും കാര്യമൊക്കെ. ഓക്കെ, ഈ ഒരു പജറിൽ ശേഷം നമ്മൾ നല്ല രീതിക്ക് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. എൻജിൻസ് ഒന്നും മോഡ് ചെയ്തിട്ടില്ല, കാരണം XUV വണ്ടികൾക്ക് അങ്ങനെ ഒരു മോഡ് ചെയ്താലും നമുക്കൊരു ഫീൽ കിട്ടത്തില്ല. അങ്ങനെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഈ വണ്ടി നമ്മൾ എന്തായാലും സെയിൽ ചെയ്യാൻ പോവാണ്. ഞാൻ മെയിനായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടി എന്തൊക്കെ വെളിയിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടിൽ തന്നെ നമ്പർ പ്ലേറ്റ്, കസ്റ്റം നമ്പർ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഈ നമ്പർ പ്ലേറ്റ് ഊരിയിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. 2GB കസ്റ്റംസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്പർ പ്ലേറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് തരണത്. കാരണം ഈ നമ്പർ പ്ലേറ്റ് തരത്തില്ല, ഇത് എൻ്റെ ഒരു പേഴ്സണൽ നമ്പർ പ്ലേറ്റ് ആണ്. അതിൻ്റെ മേലെ തന്നെ ഓഫ് റോഡ് നമ്മൾ അടിച്ചിട്ടുണ്ട്. നേരെ നോക്കിയാൽ നമ്മളെ ഗ്ലാസ്സിൽ ലെജൻഡറി എന്ന് നമ്മളെ അടിച്ചിട്ടുണ്ട്. നമ്മളെ വണ്ടിക്ക് ലെജൻഡറി എന്നാണ് ഇട്ടേക്കുന്ന പേര്. പിന്നെ ഈ വണ്ടി ഫുള്ള് വൈറ്റ് കളറും കാര്യങ്ങളൊക്കെയാണ്. നമ്മളതിൽ റെഡ് കളറിൽ തീം ചെയ്ത് സ്റ്റിക്കർ അടിച്ച് വെച്ചിരിക്കുകയാണ്. സൈഡിലോട്ട് വരുമ്പോൾ പജേറോ എന്നും കാര്യം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ടയറിലും 2GB കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് വേണമെങ്കിൽ മാറ്റാം. നല്ലൊരു കിടില അലോയിങ്ങും ക്ലിപ്പറൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിലും അതേപോലെ പജേറോ എന്നൊരു കസ്റ്റം നമ്പർ പ്ലേറ്റ് ആണ്. ബാക്ക് ഗ്ലാസ്സിലും ഇങ്ങനെയൊക്കെ 2GB എന്ന് അടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയർ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയറിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ ഈ ഒരു കാർ സെയിൽ ചെയ്യണമെന്ന് പറയുമ്പോൾ ഈ XUV നമുക്ക് സെയിൽ ചെയ്തിട്ടൊരു BM എടുക്കണം. ഈ വണ്ടി വാങ്ങിച്ചത് ഞാൻ 16,70 വണ്ടി വാങ്ങിച്ചത്. കുറേ സ്റ്റിക്കറൊക്കെ ചെയ്തുകൊണ്ടാണ് 25-ന് കൊടുക്കുന്നത്. ഈ എൻജിൻ വർക്കൊക്കെ ഇനിയെല്ലാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 26 ആ ഒരു റേഞ്ചിൽ നമുക്ക് ചെയ്യും. അതുകൊണ്ട് 26 ലക്ഷമായിരിക്കും ഈ എൻജിനൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, എൻജിൻ ചെയ്യില്ലെങ്കിൽ ഈ ഒരു പ്രൈസ് തന്നെയാണ്. അല്ലെങ്കിൽ കുറച്ചൊക്കെ വേണമെങ്കിൽ ബാർഗെയിൻ ചെയ്ത് വേണമെങ്കിൽ ഞാൻ കുറച്ച് തരാം. അത് മാത്രമല്ല, നിങ്ങളിൽ ആരെങ്കിലും ഒരു BMW ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്താലും മതി. ഒരു BMW എക്സ്ട്രാ മണിയും കൂടി വേണം, കാരണം നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാനുള്ളത്. വാങ്ങിച്ച BMW എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞാൽ നമുക്ക് എന്തായാലും ഓരോ ഡ്രൈവ് പോയി നമുക്ക് കാണിച്ചു തരാം ഗൈസ്. പജർ ഏകദേശം നല്ലൊരു വണ്ടിയും കാര്യം കാണും. ഞാൻ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ലുക്കുണ്ട്. ഇവിടെ ഈ സൈഡിൽ വൈറ്റ് കളറിൽ ഈഗിളിൻ്റെ ഒരു സ്റ്റിക്കറൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അതും കാര്യമൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതൊരു ഗുമ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആൾക്കാർ കുറച്ചൊരു പറഞ്ഞു അതൊരു ഗുമ്മില്ല എന്ന്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനത് ശരിയാണ്, ഗുമ്മില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇളക്കി മാറ്റി അവിടെ ജസ്റ്റ് ഒന്ന് ഫില്ലാകാൻ വേണ്ടി നമ്മൾ അങ്ങനെ അടിച്ചത്. എന്തായാലും അവിടെ വേറൊരു സ്റ്റിക്കർ നമ്മൾ ഉടനെ തന്നെ അടിക്കുന്നതാണ്. ഈ വണ്ടി നമ്മൾ സെയിലാക്കുന്നത് 50 സബ്സ്ക്രൈബ്സ് ആയാലും മാത്രമേ സെയിലാക്കത്തുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഇടുന്നത് മെയിൻ ചാനലാണ്. ഈ ചാനലിൽ 50 സബ്സ്ക്രൈബ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതിലിപ്പോൾ 383 ഉണ്ട്. ഇതൊരു 1K അടിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്തായാലും നിങ്ങളതിനെ സപ്പോർട്ട് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. ഉണ്ട് കൂടെ അടുത്തുള്ള പെട്രോൾ പമ്പ് പോലെ വണ്ടിയായിട്ടാണ്. നമ്മുടെ സെക്കൻഡ് ചാനലുണ്ട് 2GB ലൈവ് എന്ന് പറഞ്ഞാൽ ആ ചാനലിലും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അടുത്ത് 50 സബ്ബാകുമ്പോൾ ഈ വണ്ടി സെയിൽ ചെയ്യുന്ന കാര്യം. 100 ആയാൽ നമ്മൾ ഗിവ് വണ്ടി ഇടിച്ച് നമുക്ക് നന്നാക്കാം. പെർഫെക്റ്റ് 100 ആയാൽ നമ്മൾ ഗിവ് അവേയും കാര്യമൊക്കെ ചെയ്യുന്നതാണ്. ഒരു ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ ഡോഡ്ജ് ഉണ്ട് എൻ്റെ കയ്യിൽ. നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നത്. കാറ് ഫ്രീ ആണ്, പക്ഷെ അത് മാത്രമല്ല കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം റേറ്റ് വരും. അത് ഞാൻ വിൽക്കുന്നതെങ്കിൽ ഒരു 1 lakh അല്ലെങ്കിൽ ഒരു 50K ഒക്കെ കഴിഞ്ഞാണ് വിൽക്കുന്നത്. എന്തായാലും ആ വണ്ടിയാണ് ഞാൻ ഫ്രീ ആയിട്ട് തരാൻ പോകുന്നത്. 100 സബ്സ്ക്രൈബേഴ്സ് അടിച്ചാൽ നമ്മുടെ സെക്കൻഡ് ചാനൽ. നിങ്ങളെല്ലാം അതിൽ 100 സബ്സ്ക്രൈബേഴ്സ് അടിക്കാൻ സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നു. ഡ്രിഫ്റ്റ് മോട്ടോർ വണ്ടി കിടന്ന് കറക്കാം. നമുക്ക് കാണിച്ചു തരാം വണ്ടി. വണ്ടി കൺട്രോൾ ഓക്കെ. ഇതാണ് നമ്മൾ വണ്ടി കേട്ടോ. ഓട്ടോമാറ്റിക് സെറ്റില്ലേ, ഓട്ടോമാറ്റിക് ഇട്ടിട്ട് ഡ്രിഫ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ ആദ്യമേ പറഞ്ഞ പ്രൈസ് തന്നെയാണ്, 25 lakh ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 20 lakh.
അതിന് മേലെ ഞാൻ എന്തായാലും ഈ വണ്ടി കുറയ്ക്കത്തില്ല. കാരണം ഞാൻ അത്രയ്ക്ക് എഫോർട്ട്, ഒരു ദിവസം മൊത്തം എഫോർട്ട് എടുത്തിട്ടാണ് ഈ ഒരു വണ്ടി ഞാൻ മേടിച്ചത് തന്നെ. അപ്പൊ അത്രയും എനിക്ക് ഈ വണ്ടി വിൽക്കേണ്ട ആവശ്യമില്ല, വിൽക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല. എനിക്കൊരു BM എടുക്കണമെന്നുള്ളൊരു താല്പര്യം. 20 lakhs ആണ് ഈ ഒരു കൂടി. അത്രേ ഉള്ളൂ. ഇതൊന്ന് പറയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വന്നേ ഉള്ളൂ. നമുക്ക് എന്തായാലും വേറെ ഒരു കാർ പാർക്കിംഗ് വീഡിയോ വീണ്ടും കാണാം. ബൈ.